ഹലോ സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഒരു വൻ പൊട്ടിത്തെറി തന്നെ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ നടക്കുകയാണ് അല്ലെ. അപ്പൊ അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥന്റെ പാർട്ടിക്കാർ അവിടെ മാധ്യമ പ്രവർത്തകരൊക്കെ വന്നിട്ട് MLA ആകാൻ പോകുന്ന ആ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി വിട്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ നിന്നും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ അവരെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ ഭയങ്കര ഇതൊക്കെ ആയിട്ട് പിന്നീട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതും നമ്മുടെ ദേവിക വീട് വിട്ട് പോയതൊക്കെ അറിയാൻ പോകുന്നത്. പിന്നീട് നമ്മുടെ ദേവികയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ദേവികയെ പറഞ്ഞു വിട്ടതിന് നമ്മുടെ പ്രഭാവതിക്കിട്ടും നന്ദനിട്ടും രജനിക്കിട്ടും എന്തായാലും ഒരു കൊട്ട് കൊടുക്കും. കാരണം നമ്മുടെ സിദ്ധാർത്ഥനെ എല്ലാവരും സംശയിച്ചപ്പോൾ നമ്മുടെ ദേവിക മാത്രമായിരുന്നു ആ ഒരു വിശ്വാസത്തോടുകൂടി കൂടെ നിന്നത്. അതുപോലെ തന്നെ ദേവികയെ മറ്റുള്ളവരെല്ലാവരും അവിശ്വസിക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ അച്ഛൻ തന്നെയായിരിക്കും നമ്മുടെ മോളെ ദേവികയെ ചേർത്ത് പിടിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരിക്കട്ടെ നമ്മുടെ സുഗമോ ദേവിയിൽ വരാൻ പോകുന്നത്. നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ദേവികയെ തിരിച്ചു കൊണ്ടുവരുന്നു. അച്ഛനും മകളുമായിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ പ്രഭാവതിയുടെ കയ്യിൽ നിന്നും പണ്ടത്തെ പോലെ പോര് നമ്മുടെ ദേവിക്ക് ഇനിയും പ്രതീക്ഷിക്കാനും പറ്റും അല്ലെ. കാത്തിരുന്നേനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.